ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും പേർക്കും വളരെയധികം ഇഷ്ടമുള്ള എള്ളുണ്ടയാണ്. വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും എങ്ങനെ നല്ലൊരു എള്ളുണ്ട തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ എള്ളുണ്ട തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് എള്ളാണ്. ഞാനിപ്പോൾ കറുത്ത എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് നിറയെ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിന് പകരം വെള്ള എള്ളിലാണെന്നുണ്ടെങ്കിൽ വെള്ള എള്ളിലും നമുക്ക് എള്ളുണ്ട തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എള്ളിൽ അത്യാവശ്യം പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 1-2 വെള്ളത്തിലും കൂടി ഒന്ന് കഴുകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് അരിപ്പയിലേക്ക് വാർന്നെടുക്കാം. എള്ള് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് മാത്രം നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്നു പോകാൻ വേണ്ടി വെക്കാവുന്നതാണ്. ഒരുപാട് സമയം അങ്ങനെ വെക്കരുത്, എങ്കിൽ പിന്നെ എള്ള് കുതിർന്നു പോകും. നമ്മുടെ എള്ളൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എള്ള് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് സമയത്ത് നമ്മൾ എള്ള് വറുക്കാൻ വേണ്ടി നിൽക്കരുത്. ഇപ്പോൾ എള്ളിലുള്ള കുറച്ച് നനവൊക്കെ മാറി എള്ള് ചെറിയ രീതിയിലൊന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ എള്ളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എള്ളുണ്ട തയ്യാറാക്കി കുട്ടികൾക്കും വലിയവർക്കൊക്കെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതുപോലൊരു എള്ളുണ്ട തയ്യാറാക്കി ഏകദേശം 2 മാസം വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിലോ പുറത്തോ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ എള്ളിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ എള്ള് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും. അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ട് ഞാനിതൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സ്റ്റേജിൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ്. ഈ പൊട്ടുകടലയ്ക്ക് പകരം നമുക്കിതിലേക്ക് നിലക്കടലയാണെന്നുണ്ടെങ്കിൽ നിലക്കടലയും ചേർക്കാം. അതല്ല അണ്ടിപ്പരിപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർക്കാവുന്നതാണ്. ഇനി ഇപ്പോൾ പൊട്ടുകടല ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ എള്ളുണ്ട തയ്യാറാക്കുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് വറുത്ത് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തേങ്ങ ചേർക്കുന്ന സമയത്ത് നമുക്ക് ആ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് കൂടി കൂടുതലായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. ഏകദേശം ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. പൊട്ടുകടല ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരല്പം എള്ളെടുത്ത് കഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അങ്ങനെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ എള്ളൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. ശർക്കര ഞാനിപ്പോൾ 1 കപ്പ് നിറയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അളവിലാണുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ശർക്കര നല്ല രീതിക്കൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അരിച്ച് ഇതിലേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. ശർക്കര അത്യാവശ്യം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും, അതിൻ്റെ പേരിൽ ഒന്ന് അരിച്ച് ചേർക്കാം. ഇനി നമ്മുടെ ഈ ശർക്കരപ്പാനി വീണ്ടും ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരട്ടെ. ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവൊന്നും ആയിട്ടില്ല, ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു സമയം നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ എള്ളിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 2 പിഞ്ച് ചുക്കുപൊടിയും കൂടി ചേർക്കാം. ഇനി നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ചുക്കുപൊടിയുടെ കൂടെ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ തന്നെ ഏലക്ക പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനെപ്പോഴും തയ്യാറാക്കുന്നത് ഒരല്പം ചുക്കുപൊടി മാത്രം ചേർത്തിട്ടാണ് കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെ മാത്രം കുറഞ്ഞ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ട് മാറിയിട്ട്, അതായത് നല്ലതുപോലെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുളകളാക്കാൻ വേണ്ടി പറ്റില്ല, എങ്കിൽ പിന്നെ നല്ല ഹാർഡായി പോകും. ലൈറ്റായിട്ട് നമ്മുടെ കയ്യിൽ താങ്ങാൻ പറ്റുന്ന ആ ഒരു ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. നമ്മളിത് അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ആ തിളയ്ക്കുന്ന ഒരു ചൂടങ്ങ് മാറിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ കയ്യിലേക്ക് ഒരു അല്പം എണ്ണ ഒന്ന് പുരട്ടിയിട്ട്, നമുക്ക് താങ്ങാവുന്ന ചൂടിന് അപ്പുറമായിരിക്കും ഇരുന്നാലും നമ്മളൊന്ന് പെട്ടെന്ന് അതൊന്ന് ഉരുളകളാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചൂട് താങ്ങാൻ പറ്റും തോന്നുന്നില്ല. എങ്കിൽ പിന്നെ അമ്മമാരുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് വേണം അങ്ങനെ വേണം ഉരുളകളാക്കി എടുക്കാനായിട്ട്. കൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുളകളാക്കി മാറ്റാവുന്നതാണ്.
ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ് നമ്മുടെ എള്ളിനുള്ളത്. ഈ ചൂടൊന്ന് ചെറുതായിട്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളകളായിട്ട് പിടിക്കാനായിട്ട് പറ്റില്ല. പിന്നെ അത് പൊടി പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ സ്പീഡിൽ പെട്ടെന്ന് ഉരുളകളാക്കിയില്ല എന്നുണ്ടെങ്കിൽ പകുതി ഉരുളകളാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എള്ളൊക്കെ നല്ലതുപോലെ ഹാർഡായി പോകും. പിന്നെ പൊടിഞ്ഞായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് വീണ്ടും ഇതെല്ലാം കൊണ്ട് ഉരുകി കിട്ടും. എന്നിട്ട് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് എടുക്കുന്ന ശർക്കര പാനിയുടെ അളവ് കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുളകളാക്കാൻ പറ്റില്ല. അത് പിരിഞ്ഞ് ഇങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ തന്നെ ശർക്കര എടുക്കാം. ഇതുപോലെ എല്ലാം ഞാനൊന്ന് ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. 1 കപ്പ് എള്ളിൽ നിന്നും ഏകദേശം 25ഓളം എള്ളുണ്ടകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എള്ളുണ്ട തയ്യാറാക്കുമ്പോൾ ആകെക്കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശർക്കരയുടെ അളവ് കുറയാതിരിക്കുക. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഓരോ ഉരുളകളും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ രുചികരമായിട്ട് കടകളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചധികം കാശ് കൊടുത്തിട്ടാണ് നമ്മൾ എള്ളുണ്ടയൊക്കെ വാങ്ങാറുള്ളത്. വീട്ടിൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ഉറപ്പായിട്ട് ഇതുപോലെ ഒരു എള്ളുണ്ട നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.